2025 ഡിസംബർ 28 മുതൽക്ക് 2026 ജനുവരി 3 വരെ ഉള്ള 7 ദിവസങ്ങൾ, അതായത് ഒരാഴ്ചത്തെ സാമാന്യ ഫല നിരൂപണം എല്ലാ രാശികളുടെയും മേഷാദി, മേടം, ഇടവം മുതലായിട്ടുള്ള 12 രാശികളുടെയും ഫലങ്ങൾ സാമാന്യ നിരൂപണം നടത്താൻ ശ്രമിക്കുകയാണ് ഇവിടെ. ഇത് ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് ഇത് വർഷാന്ത്യമാണ്. ഈ ആഴ്ചയുടെ അവസാനം വരുമ്പോൾ ജനുവരി 1 തീയതി മുതൽക്ക് 3 തീയതി വരെയുള്ള ദിവസങ്ങളിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ആഴ്ചയിലെ ഗ്രഹസ്ഥിതി പറഞ്ഞു കഴിഞ്ഞാൽ ധനുവിൽ 4 ഗ്രഹങ്ങൾ ചതുർഗ്രഹ യോഗം ഉണ്ടാകുന്നുണ്ട്. സൂര്യൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ, ഈ 4 ഗ്രഹങ്ങളും ധനുവിലേക്ക് പകർച്ച ഉണ്ട്. ഏറ്റവും ഒരു ശക്തമായിട്ടുള്ളൊരു ടേണിംഗ് പോയിൻ്റായിട്ട് വരും ഈ ചതുർഗ്രഹ യോഗം കൊണ്ട് എല്ലാ രാശിക്കാർക്കും പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ. ആഴ്ചയുടെ ഒരു പൊതു സ്വഭാവം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കൊരു ആത്മപരിശോധനയുടെ ഒരു കാലമാണ്. ഈ ഒരു വർഷത്തെ നമ്മുടെ അനുഭവങ്ങളും ഇത് വച്ചുകൊണ്ട് അടുത്ത ഒരു വർഷത്തെ എങ്ങനെ നമുക്ക് ഭാവന എങ്ങനെ കൊണ്ടുപോകണം എന്ന് ഭാവന ചെയ്യാനും ഒക്കെ സാധിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. അതിന് അനുസൃതമാണ് ഗ്രഹസ്ഥിതിയും ഈ ചതുർഗ്രഹ യോഗവും മറ്റും അത് സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ പണം എല്ലാവർക്കും ധനാഗമ മാർഗങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, അവസരങ്ങളുണ്ടാകുന്നുണ്ട്. എന്നാൽ അതിൻ്റെ വിനിമയം, അതായത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നനുസരിച്ചിരിക്കും ജയാപജയങ്ങൾ ഉണ്ടാവുക. നമുക്ക് ആദി രാശികളുടെ സാമാന്യ ഫല നിരൂപണം നടത്താം. ഇനി വരാനുള്ള ധനുക്കൂറാണ്. സാജിറ്റേറിയസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാല്, ഇതാണ് ഈ ഇതിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഉത്രാടത്തിൻ്റെ ആദ്യപാദം. ഇവർക്കും അതിശക്തമായിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകാവുന്ന ഒരു ആഴ്ചയാണിത്. ഭാവസ്ഥിതി വെച്ചിട്ട് ലഗ്നത്തിലാണ് സൂര്യനും ചൊവ്വയും ശുക്രനും ബുധനും. ജോലി സംബന്ധമായിട്ട് വീണ്ടും പുനരാവർത്തി ചെയ്യേണ്ടതായിട്ടുള്ള അഥവാ ചെയ്തുകൊണ്ടിരുന്നതായിട്ടുള്ള ജോലികൾ ഒരു പുനരാവർത്തിയായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വരും. ബിസിനസ്സിലും മറ്റുമൊക്കെ ചില പ്രമോഷൻസും ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. പുതിയ ഒരു അപ്ലിഫ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ബിസിനസ്സിലൊരു സ്ട്രാറ്റജി നിശ്ചയിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ. ജോലിക്കാണെങ്കിലും അത് എത്ര കണ്ടാണോ നമ്മുടെ ജോലിയുടെ പരിധി, അതിനൊക്കെ പുതിയൊരു സ്ട്രാറ്റജി നിശ്ചയിച്ച് ചെയ്യാൻ തുടങ്ങാൻ ഉള്ള സാധ്യത കാണുന്നുണ്ട്. അത് വിജയത്തിലേക്ക് എത്തിക്കുകയും സാധിക്കും. ധനപരമായിട്ട് വലിയ വരുമാനത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുണ്ടാകുന്ന എക്സ്പെൻസസ് കുറച്ചൊന്ന് കൂടാൻ സാധ്യതയുണ്ട്. യാത്ര മുഖാന്തരം കുറച്ച് കൂടുതൽ എക്സ്പെൻസസ് വരാവുന്നതാണ്. അത് കഴിയുന്നത്ര നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. ആരോഗ്യപരമായിട്ട് ഇവർക്ക് ചൂട് കൂടുന്നത് കൊണ്ടുണ്ടാകുന്ന ചില രോഗങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. BP ഒക്കെ ഉള്ളവർക്ക് അത് ഒന്ന് ഫ്ലെയർ അപ്പ് ചെയ്യാൻ സാധ്യതയുള്ളതാണ്. അതിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ എടുക്കേണ്ടതാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്ന കാലമാണ്. ചില വിവാഹ സൽക്കാരാദികൾക്ക് പങ്കെടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്താൻ അഥവാ അതിൻ്റെ അകത്തുള്ള ഇൻവോൾവ്മെൻറ്റ് അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കുടുംബവുമായിട്ടുള്ള ബോണ്ടിങ് വളരെ നന്നായിരിക്കും എന്നർത്ഥം. പരിഹാരമായിട്ട് വിഷ്ണു പൂജ ചെയ്യുന്നത് ഉത്തമമാണ്. അതുപോലെ കേസർ കൊണ്ടുള്ള പൊട്ട് തൊടുക, തിലകം ചാർത്തുക, അത് ദാനം ചെയ്യുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കാൻ സാഹചര്യമുണ്ടാക്കും.